ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആസാമിലെ മൺഡേ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് മൺഡേ മാർക്കറ്റിലെ വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് കടന്നാലോ. ഇവിടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഉള്ളി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കാണുന്നു. പിന്നെ ഒരു സൈഡിൽ പച്ചക്കറി ഉണ്ട്. ഇവിടെ മൊത്തം മിക്സ് ആയിട്ടാണ് കേട്ടോ. കുറേ പച്ചക്കറി, കുറേ ധാന്യങ്ങൾ കണ്ടോ, ധാന്യങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മളവിടെ ചന്ത എന്നൊക്കെ പറയില്ലേ, അതുപോലെ. പിന്നെ ഇതാ ഉണക്കമീനൊക്കെ ഇരിക്കുന്നുണ്ട്. ഉണക്കമീൻ ഭയങ്കര ഡ്രൈ ആണ് കേട്ടോ ഇവിടുത്തെ. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. മുളക് പൊടി ഒരു പ്രത്യേക കളറാണ് കേട്ടോ. പിന്നെ ഉള്ളി അതാ കണ്ടോ, ഒരു സൈഡിൽ വീണ്ടും ഉള്ളി, വെള്ളുള്ളി, പച്ചക്കറിയുടെ സൈഡിലുണ്ട്. അങ്ങനെ മൊത്തമായി ഇവർ ഷീറ്റ് വിരിച്ചിട്ട് ഇരിക്കുകയാണ്. ഇവിടെ മുരിങ്ങക്കായ കാണാനുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മുരിങ്ങക്കായ മേടിച്ചു. പിന്നെ നമ്മുടെ നാട്ടിലെ ചിരങ്ങ ഉണ്ടല്ലോ, അതൊക്കെ കിട്ടുന്നുണ്ട്. ശർക്കര കണ്ടോ ഗൈസ്, വലിയ വലിയ അച്ചായിട്ടാണ് ഇരിക്കുന്നത്. വിധുവിന് ഇത് എന്താന്ന് മനസ്സിലായില്ല. ഈ കാണുന്നത് തക്കാളിയാണ് കേട്ടോ, കുഞ്ഞി തക്കാളി. ഭയങ്കര പുളിപ്പാണ് ഈ തക്കാളിക്ക്. पगला होगा, मीठा लगेगा, पगला होगा. अच्छा, दाना नहीं बेचता है उधर. ആ കാണുന്ന ഉരുണ്ട ഉരുണ്ട കല്ല് പോലുള്ളത് കള്ളിൽ ചേർക്കുന്ന എന്തോ സാധനമാണ് അത്ര കേട്ടോ. ഈ ഒരു വശം പാടമൊക്കെയാണ്. പാടത്തിനപ്പുറം ഒരു നദി ഒഴുകുന്നുണ്ട് കേട്ടോ. ബ്രഹ്മപുത്രയാണ് ആ നദി. ചേരയെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കഷ്ണം തിന്നണം എന്നല്ലേ പറയാ. എന്നാൽ ഇനി കുറച്ച് പുഴുവാവാം. ഞൊണയ്ക്കുക തിരുമേനി പുഴുക്കൾ എന്ന പോലെ പുഴുക്കൾ ഞൊണച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ പുഴുവിനെ തിന്നുട്ടോ. എൻ്റെ ഏട്ടൻ പുഴുവിനെ കൈകളിൽ ഏന്തി നിൽക്കുകയാണ് ഗൈസ്. ഈ ഒരു സൈഡിൽ പുകല, വെറ്റില, ചുണ്ണാമ്പ് പറഞ്ഞ പോലെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഈ മാർക്കറ്റിൽ ഇല്ലാത്തതായി ഒന്നുമില്ല കേട്ടോ. എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. ഇനി നമുക്ക് ചെരുപ്പ്, പൊട്ട്, ചീർപ്പ്, കണ്ണാടി എന്ന പോലെ ഐറ്റംസിലേക്ക് കടക്കാം. എന്താ ഇത്? ഇവരിതെല്ലാം കൊടുന്നിട്ട് തലേ ദിവസം കൊടുന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതാ കണ്ടോ, വള, മാല, പൊട്ട്, ചീർപ്പ്, കണ്ണാടി മുതൽ എന്തിനധികം മുടിയില്ലാത്തവർക്ക് മുടി വരെ ഇവിടെ ലഭ്യമാണ് ഗൈസ്. ഇനി ബാഗുകളുടെ സെക്ഷനിലേക്ക് കടന്നാലോ. സ്കൂൾ ബാഗ്, അതുപോലെ ട്രാവലിംഗ് ബാഗുകൾ, പിന്നെ കുട്ടികൾക്ക് നോട്ട്സ്, സ്ലേറ്റ്, പെൻസില്, എല്ലാവിധ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഇനി ഇതാ ഇവിടെ നമുക്ക് ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് കടക്കാം. ഇതൊക്കെ കാണിക്കുമ്പോഴും എല്ലാവരുടെയും ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വില എങ്ങനെയായിരിക്കും എന്നതായിരിക്കും അല്ലേ. വില നമ്മുടെ അവിടുത്തെ വില വെച്ച് നോക്കുമ്പോൾ ഇവിടെ ജീൻസിനുമൊക്കെ ഏതാണ്ട് ഒരേ റേറ്റാണ് വരുന്നത്. ചുരിദാർ ടോപ്പുകൾക്കൊക്കെ ഒരു 200 മുതലൊക്കെയാണ് ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നത്. ഏതാണ്ട് ഡ്രസ്സിൻ്റെ സെക്ഷനും അവസാനിച്ചു. ഇനി നമ്മളൊരു അങ്കത്തട്ടിലേക്കാണ് കടക്കാൻ പോകുന്നത് ഗൈസ്. കള്ള് കച്ചവടം, ആസാമിലെ കള്ള് കച്ചവടം. പബ്ലിക്കായിട്ടാണ് കേട്ടോ ഇവിടുത്തെ കള്ള് കച്ചവടം. എല്ലാവരും നിരന്നിരിക്കുന്നു, സ്ത്രീകൾ ഒഴിക്കുന്നു, ആൾക്കാരൊക്കെ ഇരുന്ന് കുടിക്കുന്നു. ഇതാണ് ഇവിടുത്തെ സിസ്റ്റം. ഇന്ന് ആൾക്കാർ കുറവായിരുന്നു. ഞങ്ങൾ വീഡിയോ എടുത്ത ദിവസം അവർക്ക് വീഡിയോ എടുക്കുന്നതൊക്കെ മനസ്സിലായി.
അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തിരിച്ചിറങ്ങാണ് കേട്ടോ. അപ്പോൾ ചായക്കടിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ വാങ്ങിയതൊന്നുമില്ല. ഇതാ വല, മീൻ പിടിക്കുന്ന വലയാണ് ഈ കാണുന്നത്. പിന്നെ പച്ചക്കറികളോ അങ്ങനെ എന്തൊക്കെയോ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ വടിവാളുകളുടെ സെക്ഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഏത് തരം വാള് വേണമെങ്കിലും കിട്ടും. അങ്ങനെ ഗൈസ് ഞങ്ങൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടിയിരിക്കുന്നു. റോഡിൻ്റെ 2 സൈഡിലും ഉണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ കുറേ ബേക്കറി ഐറ്റംസൊക്കെ ഉണ്ട്. ചക്കച്ചോള ചിപ്സ് പോലെയൊക്കെ തോന്നും, പക്ഷേ അതൊന്നുമല്ല. ജിലേബിയൊക്കെ ഇരിക്കുന്നതുണ്ടോ. ജിലേബി ഇതവിടെ സൈഡിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ജിലേബിക്ക് ഒരു തരം പുളിപ്പാണ് കേട്ടോ, മധുരമല്ല. കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇതാ ഓടിൻ്റെ ഐറ്റംസൊക്കെ കാണുന്നുണ്ട്. വിളക്ക്, ചട്ടി, പാത്രങ്ങളെല്ലാം. അങ്ങനെ ഞങ്ങൾ തണ്ണിമത്തം വാങ്ങാൻ നിന്നു കേട്ടോ. അപ്പോഴാണ് ഗൈസ് ഒരു മലയാളി. ഇത് തേസ്പൂർ ഡിസ്ട്രിക്ട് അല്ല, ഷോർപൂർ ഡിസ്ട്രിക്ട്. ഇത് റിക്കാമരി. റിക്കാമരി നിങ്ങളെ ഭാഷ പറയുമ്പോൾ ചന്ത അല്ലേ? മണ്ട ചന്ത. ഇന്ന് തിങ്കളാഴ്ച ഇവിടെ മൺഡേ, പിന്നെന്നാള് അതെ നമ്മുടെ പറയുമ്പോ സോമവാർ, തിങ്കളാഴ്ച. മലയാളം പഠിച്ചു. ഞാൻ അവിടെ കേരളത്തിൽ 18 വർഷം ഉണ്ടായിരുന്നു. ഞാന് കൊല്ലം ഡിസ്ട്രിക്ട്, കരുനാഗപ്പള്ളി. നിങ്ങളുടെ സ്ഥലം അവിടെ? ഞങ്ങൾ ഒറ്റപ്പാലം. ശരി. ഇത് അപ്പോഴേക്കും ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിക്കാൻ തുടങ്ങി കേട്ടോ. സംഭവം മലയാളിയല്ല, ആൾ ഈ നാട്ടിലുള്ളതാണ്. നമ്മുടെ അവിടെ എത്രയോ കൊല്ലം നിന്നിട്ടുള്ള പരിചയമാണത്രേ. ഇവിടെ ഇതാ സൈക്കിള് നിരക്കുന്നു. പിന്നെ ഇതാ ഫ്രൂട്ട്സൊക്കെ നിരത്തി വെച്ചിരിക്കുന്നു. ഫ്രൂട്ട്സൊക്കെ നമ്മുടെ അവിടുത്തെ അതേ റേറ്റാണ് കേട്ടോ വരുന്നത് ഇവിടെയും. പിന്നെ പച്ചക്കറിയൊക്കെ സീസൺ അനുസരിച്ചിട്ടാണ് വില. ഇവിടെ പൊതുവേ ഞാൻ വന്ന സമയത്തൊക്കെ, ഡിസംബർ സമയത്തൊക്കെ എനിക്ക് കുറവായിട്ട് തോന്നി, പക്ഷേ ഇപ്പോൾ കൂടുതലാണ്. ഇതാ ഈ സൈഡിലൂടെയൊക്കെ മീൻ, ഇറച്ചി, പന്നി, ആട്, അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. വെട്ടി കൂട്ടുന്നുണ്ട് കേട്ടോ ഇരുന്നിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബൈ.